ഹയപ്പേട്ടാ, ഓ ചായപ്പൊടി വാങ്ങാൻ പൈസയില്ല, അതെ. പക്ഷെ അവര് യുദ്ധം ചെയ്യും. ആരാന്ന് പറയാമോ? കുടിക്കാനും വെള്ളവുമില്ല പാകിസ്ഥാൻ. അതെ, അവരുടെ കാര്യം അങ്ങനെയാണ്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒക്കെ തല നിറച്ച് മതവിദ്വേഷം. മതവിദ്വേഷമാണ്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം. അതാണ് നടക്കാൻ അവരുടെ പോണില്ല. പ്രധാന ലക്ഷ്യം. നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നില്ല, പക്ഷെ അതിനുള്ള ഫണ്ടൊക്കെ അവർക്ക് വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ IMF വായ്പ കൊടുത്തു. ഒരു ചുക്കും നടക്കില്ല. ചുക്കും നടക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ആക്ഷേപിച്ച അവരുടെ സൈന്യത്തെ ഒന്നും പറയാൻ പറ്റില്ല. പ്രജിത, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ പോലും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ അത് നമുക്ക് 50 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. നിരന്തരമായിട്ടുള്ള പ്രവോക്കിംഗ് നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നും നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്താണ്. അത് ഒരു കൈ കൊണ്ടല്ല, 2 കൈ കൊണ്ടും മാന്താണ്. ഇനി കാലുകൊണ്ട് മാന്താൻ പറ്റുമെങ്കിൽ അവരതും ചെയ്യും. അതാണ് അവസ്ഥ. അത് അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിലാണ്, ക്ഷമ കെട്ടാണ് നമ്മൾ ആ തിരിച്ചടി. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു മുറിവാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയത്. ആ മുറിവിനാണ് തിരിച്ചടി ഉണ്ടായത്. ഇപ്പോൾ നോക്കുമ്പോൾ ചായപ്പൊടി വാങ്ങാൻ പൈസയില്ല, ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസയില്ല, വെളിച്ചെണ്ണയ്ക്കും പാലിനും ഒക്കെ വളരെയേറെ വിലയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ മിലിറ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവർക്കൊന്നും യാതൊരു തരത്തിലുമുള്ള പഞ്ഞവുമില്ല. ഒരു തരത്തിലുമുള്ള പഞ്ഞവുമില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയും നമ്മുടെ നേതാക്കളൊക്കെ അങ്ങനെ സുഖലോലുപരായിട്ട് നിൽക്കുകയാണ്, നമുക്കിവിടെ വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അത് പാകിസ്ഥാനിലെ ആളുകളുടെ ഒരു അവസ്ഥയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തോന്നിപ്പോകും. ആ ഒരു അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. നമ്മുടെ ഹമാസിന്റെ ആളുകളുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? ഹമാസിന്റെ പോരാളികളെ മുഴുവൻ അവിടെ അടിക്കാൻ വേണ്ടി വിട്ടിട്ട് ഹമാസിന്റെ നേതാക്കളെല്ലാം വന്ന് ഖത്തറിൽ സുഖമായിട്ട് ജീവിക്കും. അതാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പാകിസ്ഥാനിലെ പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അവരുടെ ശമ്പളമൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 13 ലക്ഷത്തിലേക്ക് ആക്കാൻ പോകുന്നതാണ്. 13 ലക്ഷത്തിലേക്ക് അവരത് ആക്കാൻ പോവാണ്. ആരുടെയൊക്കെയാണ്? അവരുടെ ദേശീയ അസംബ്ലി സ്പീക്കറുടെയും സെനറ്റ് ചെയർമാന്റെയും ഒക്കെ പ്രതിമാസ ശമ്പളം 13 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ? അത്രയും ഉണ്ടാവോ? 13 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഇരട്ടിയല്ല, 13 ലക്ഷം. 13 ലക്ഷം ഈ പറയുന്ന ഈ എന്തായിരുന്നു ദേശീയ അസംബ്ലി സ്പീക്കറുടെയും സെനറ്റ് ചെയർമാന്റെയും ഒക്കെ പ്രതിമാസ ശമ്പളം. ചെയർമാൻ ഇത്രയൊന്നും ഇല്ല പ്രൈത. അല്ല, നമ്മള് PSC ചെയർമാന്റെ ശമ്പളം വർദ്ധിപ്പിച്ചപ്പോ നമ്മള് ഇവിടെ പറഞ്ഞ് തകർത്തതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പാകിസ്ഥാനിലെ ആളുകളെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവരുടെയൊക്കെ ഒരു കൊള്ള എന്ന് പറയാം, അവരുടെ ഒരു അഴിമതി എന്ന് പറയുന്നത് അത്ര ഭീകരമാണ്. അതെ, പുതിയ ശമ്പളം സെനറ്റിലൊന്നും ഇവിടെ ഇല്ല. ഇവിടെ സെനറ്റിലൊക്കെ നമുക്ക് 3 സെനറ്റ് പറയാം. കാലിക്കറ്റ് പറയാം, കൊച്ചിൻ സർവകലാശാല പറയാം, തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി പറയാം. അവിടെ ഇങ്ങനെയൊന്നുമില്ല. അപ്പൊ അസംബ്ലി സ്പീക്കറുടെയും സെനറ്റ് ചെയർമാന്റെയും പ്രതിമാസ ശമ്പളമാണ് 13 ലക്ഷം. ഇത് അവരുടെ മുൻ ശമ്പളമായിട്ടുള്ള 2,05,000 രൂപയേക്കാൾ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. എത്ര മടങ്ങാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ IMFന്റെ വായ്പ കിട്ടിയതിന്റെ ധാരാളിത്തമാണോ എന്ന് സംശയമുണ്ട്. കൂടാതെ 20 ബില്യൺ ലോകബാങ്കും കൊടുക്കുന്നു. അതെ, അത് പറയാൻ പറ്റില്ല, തലയ്ക്ക് മൂളയില്ലാത്തവരാണല്ലോ. അപ്പൊ ഈ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ വളരെയധികം ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ വിഷയം. മാത്രമല്ല, ആഗോളതലത്തിൽ ഇന്ത്യയോട് ഇടിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് തന്നെ അവർ ഇത്രയധികം ഫണ്ട് അതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ ലീഡർഷിപ്പിന്റെ ധാരാളിത്തം അല്ലെങ്കിൽ ധൂർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറമാണ്. അപ്പൊ ഈ പാർലമെന്ററി കാര്യ മന്ത്രാലയം മെയ് 29 പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ തന്നെ TV ആയിട്ടുള്ള സമ TV ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിജ്ഞാപനം അനുസരിച്ച് 2 ഉദ്യോഗസ്ഥരുടെയും പ്രതിമാസ ശമ്പളം 13 ലക്ഷം രൂപയെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പുറമെ താൽക്കാലിക അലവൻസ് ആയിട്ട് 50% അധിക തുക കൂടി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. 50% അധിക തുക കൂടി അലവൻസ് ആയിട്ട് കൊടുക്കുന്നു. ഉപദേഷ്ടാക്കളുടെ ശമ്പളം 188% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കിയ ശമ്പള സ്കെയിൽ 2025 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ
ഈ നിലവിൽ വരും. ഉപദേശകർക്ക് എത്രയാ? 188% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തും ആയിക്കോട്ടെ, ഇതിനൊക്കെയുള്ള വകുപ്പുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഈ IMF പിന്നെ ഈ പറയുന്ന വേൾഡ് ബാങ്ക് ഇതിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവർ പറയുന്ന ഈ എന്താണ് ഹ്യൂമാനിറ്റിയുടെ മറവിലൊക്കെ കിട്ടുന്ന ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകളൊക്കെ ഈ ലീഡർഷിപ്പിനാണല്ലോ കിട്ടുന്നത്, അതുവഴിയാണല്ലോ. ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരത്തിലൊരു ഫണ്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അങ്ങനെയാണല്ലോ കാര്യങ്ങൾ നോക്കുന്നത്. പുറമേ നിന്നുള്ള ഫണ്ടുകളൊക്കെ വരുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഫണ്ട് പോലും അവർ വിനിയോഗിക്കുന്നത് ഈ ലീഡർഷിപ്പിൽ മുകൾ തട്ടിൽ നിൽക്കുന്നവരുടെ സുഖ സൗകര്യങ്ങൾക്കാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. ജനങ്ങൾ എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കരച്ചിൽ ഈ പറയുന്ന ആളുകൾ കേൾക്കുമ്പോൾ ഇതൊന്നിനും പോരാ. ഇപ്പൊ 20 ബില്യൺ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ 20 ബില്യൺ കൊടുക്കുമ്പോൾ വീണ്ടും ജനങ്ങൾ കരയുന്നതാണ് വാർത്തകളിൽ നിറയുന്നത്. ഇവരെ അവതരിപ്പിക്കാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും. 20 ബില്യൺ കൊണ്ട് എന്താവാനാ? അതുകൊണ്ടൊന്നും ആവൂല. അപ്പോൾ അതിലധികം തുക പാകിസ്ഥാന് അനുവദിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളൊക്കെ ചിന്തിച്ചാൽ തീർന്നില്ലേ? ഇപ്പോ IMF-ലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IMF-ലും ഉള്ളത് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളതൊക്കെ അമേരിക്കയ്ക്കാണ്. തീർച്ചയായിട്ടും അമേരിക്ക വിചാരിച്ചാൽ അതങ്ങ് കട്ട് ചെയ്താൽ മതി. ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിളപ്പങ്ങ് തീരും. പക്ഷെ ആ തിളപ്പ് തീരാതെ അതിനെ കത്തിച്ച് നിർത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നതേ, ഒരു കപ്പ് പാലിന് എത്ര ഇരട്ടി രൂപ? 1 ലിറ്റർ പാലിന് 200 ചില്ലാനം രൂപയാണ്. ഇവര് മാത്രം വാങ്ങി കഴിച്ചാൽ മതി എന്നായിരിക്കും. അവര് മാത്രം വാങ്ങി കഴിച്ചാൽ മതി എന്ന് പറയുന്നിടത്ത് മാത്രമല്ലല്ലോ, ഈ കാര്യങ്ങൾ ഇവരെങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ മറ്റു ലോകരാഷ്ട്രങ്ങളെ കബളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. കറപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് പാകിസ്ഥാന്റെ കറപ്ഷൻ. ഇതേപോലെയാണ് അവരുടെ കറപ്ഷൻ പോകുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് അവരെ സംബന്ധിച്ച് ആളുകളെ എങ്ങനെയും ചെയ്തോട്ടെ, ആളുകൾ ചത്തോ ജീവിച്ചോ ഇതൊന്നും അവരെ സംബന്ധിച്ച് അറിയണ്ട. അവർക്ക് ഇവർ കരഞ്ഞിട്ടായാലും എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതായത് മോൻ മരിച്ചാലും കുഴപ്പമില്ല, മകൻ മരിച്ചാലും അമ്മായിയമ്മയ്ക്ക് മരുമകളുടെ താലിയേറ്റാ മതി. അങ്ങനെ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ജനങ്ങൾ അവരുടെ തന്നെ ജനം കരഞ്ഞാലും ദുരിതത്തിലായാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ഈ ഫണ്ട് കിട്ടിയാൽ മതി. ആ ഫണ്ടിന് ഈ ഇസ്ലാമിക് സ്റ്റേറ്റുകള്, ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് വറുതിയിൽപ്പെടുന്നവർക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നതാണ്. അവര് പൊതുവിൽ അങ്ങനെയാണല്ലോ. ആ ഫണ്ട് എങ്ങനെ എത്തിക്കും? നമ്മുടെ നാട്ടിൽ പോലും ഭയങ്കരമായി ഫണ്ട് വന്നുകൊണ്ടിരുന്നതാ. ആ ഫണ്ട് വരവ് നിലച്ചത് നോട്ട് നിരോധനം വന്നതോടുകൂടിയാണ്. അണ്ണാക്കിൽ ആപ്പ് അടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി പോയി. നിന്ന നിപ്പിൽ ബോധം കെട്ട് വീണവരൊക്കെ ഉണ്ട്. ഈ നോട്ട് നിരോധനം വന്നെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്ന നിപ്പില് കോൺഗ്രസ് പാർട്ടിയുടെ എത്രയോ കോടിക്കണക്കിന് രൂപ ഒന്നും അല്ലാതെ. അതെ, അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ ഉണ്ട്. അതെ, ആ സമയത്ത് ഇവർക്ക് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഇത്രയും ശക്തമായ ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ. അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു രാജ്യത്ത് അവർക്ക് ഫണ്ട് വരുന്നു, അവർ ഇഷ്ടം പോലെ വിനിയോഗിക്കുന്നു, അവർ ലാലാല വാടി നടക്കുന്നു. ഇടക്കിടക്ക് ഇപ്പുറത്ത് ഇന്ത്യക്ക് നേരെ എന്തെങ്കിലുമൊക്കെ കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ല, അവർ സസുഖം ജീവിക്കുകയാണ്. ജനങ്ങളുടെ ദുരിതം അവരെ അറിയുന്നില്ല, അവരുടെ കണ്ണിൽ അത് പെടുന്നില്ല, സാധാരണക്കാരുടെ ദുരിതം അറിയുന്നില്ല. അതെ, എന്നിട്ട് ഈ ഫണ്ട് ഇവർക്ക് എങ്ങനെ വിനിയോഗിക്കും? മറ്റെന്തിനു വിനിയോഗിക്കും? ആയുധങ്ങൾ വാങ്ങാൻ വിനിയോഗിക്കും. ഈ ആയുധങ്ങളെല്ലാം ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കും. ഇതാണ് അവരുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. കാര്യം അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിച്ചായിരിക്കും നമ്മളൊക്കെ പ്രയോഗിക്കുന്നത്. ചിലപ്പോൾ നനഞ്ഞ പടക്കുകളായിരിക്കും ആ വെക്കുന്നതൊക്കെ തന്നെ. അതെ അതെ. ഈ അതുപോലെ തന്നെ 1975 കേന്ദ്രമന്ത്രിമാരുടെയും സംസ്ഥാന മന്ത്രിമാരുടെയും ഒക്കെ നിയമത്തിലെ ഭേദഗതികൾ അനുസരിച്ചാണ് ഈ വർധന വഴിയൊരുക്കിയതെന്നാണ് പറയുന്നത്. ബില്ല് അംഗീകരിച്ചതിനു ശേഷം കേന്ദ്രമന്ത്രിമാരുടെയും സംസ്ഥാന മന്ത്രിമാരുടെയും ഉപദേഷ്ടാക്കളുടെയും പുതുക്കിയ ശമ്പളം 5,19,000 രൂപയായിരിക്കും. അപ്പോൾ ഇത്രയും രൂപയൊക്കെ ഇവർ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലുള്ള ഫണ്ടുകൾ നിന്നുള്ള പണം മാറ്റിയെടുത്തിട്ടാണ് ഇവർ വിനിയോഗിക്കുന്നത്. ജനം കരയുന്നു, ഇവരവിടെ സസുഖം വാഴുന്നു.